أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير. صدق الله العلي العظيم. യൗമ യബ്അസുഹുമുല്ലാഹ് അല്ലാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം. ബഅസ യബ്അസു എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസം. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നിന്ദ്യമായ ശിക്ഷ അവർക്കുണ്ട് എന്ന് പറഞ്ഞല്ലോ. വലിൽ കാഫിരീന അദാബു മുഹീൻ എന്ന് പറഞ്ഞല്ലോ. ആ ശിക്ഷ എപ്പോഴാണ് നൽകുക? യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ, അവരെ എല്ലാവരെയും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസമാണ് ആ ശിക്ഷ നൽകുക. ഫയുനബ്ബിഉഹും, അപ്പോൾ എന്നിട്ട് അല്ലെങ്കിൽ ആ ദിവസം അവൻ അവരെ വിവരം അറിയിക്കും. നബ്ബഅ യുനബ്ബിഉ എന്ന് പറഞ്ഞാല് വിവരം അറിയിക്കുക. നബഅ, സൂറത്തുൻ നബഅ കേട്ടില്ല? എന്താ നബഅ എന്ന് പറഞ്ഞ വാർത്ത, വർത്തമാനം. അതിൽ നിന്നാണ് നബ്ബഅ. അഖ്ബാറു തന്നെ, അതെ, വാർത്തകള്. അംബ എന്ന് പറയും വാർത്ത. ഈ നബഇന്റെ ജമ്മായിട്ട് അൻബാ, മറ്റേത് ഖബറിന്റെ ജമ്മ അഖ്ബാർ കേട്ടാ. അപ്പോ എങ്ങനാ അതന്നെ വാർത്തകള്. വിശേഷം വാർത്തയാണല്ലോ. നമ്മുടെ എന്താ വാർത്തയാണെന്ന് ചോദിക്കൂലേ നമ്മള്, എന്തൊക്കെയാണ് വർത്താനം എന്ന് ചോദിക്കൂലേ, അതിൽ നിന്നാണത്. അപ്പോ ഫയുനബ്ബിഉഹും, അവരെ നാം അറിയിക്കും, അള്ളാഹു അവരെ അറിയിക്കും. ബിമാ അമിലു, അവര് പ്രവർത്തിച്ച സംഗതികളെ കുറിച്ച് അള്ളാഹു അവരെ അറിയിക്കും. അഹ്സാഹുല്ലാഹു, അള്ളാഹു അതിനെ എണ്ണി കണക്കാക്കി വെച്ചിട്ടുണ്ട്. അഹ്സ എന്ന് പറഞ്ഞാല് തിട്ടപ്പെടുത്തുക. ഇഹ്സ എന്ന് പറയും സ്റ്റാറ്റിസ്റ്റിക്സിന്. ഇഹ്സാഅത്ത് കണക്കാക്കി വെക്കുക. ഓരോന്ന് എപ്പോഴൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്തത്, എത്ര അളവിൽ ചെയ്തു, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തുന്നതിനാണ് എന്ത് പറയാ, ഹിസാബ്, കണക്കാണ്. അല്ല, ഇവിടെ ശരിക്ക് ഇവിടെ അഹ്സ എന്ന് പറഞ്ഞാല് ശരിക്കർത്ഥം എണ്ണി തിട്ടപ്പെടുത്തി അതിന്റെ സമയം, അതിന്റെ അളവ്, അതിന്റെ അനന്തരഫലം, ഇതൊക്കെ കണക്കാക്കുന്നതിനാണ് അഹ്സ എന്ന് പറയാ കേട്ടോ. അങ്ങനല്ല, പാസ്റ്റിൽ എന്തൊക്കെ നടന്നു, പാസ്റ്റിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വനസൂഹു, പക്ഷെ അവരത് മറന്നുപോയി. നസിയ യൻസ, അതിന്റെ നസു, അവര് ഒരുപാട് പേര് നസു അല്ലെ, നസൂഹു, അവരത് മറന്നുപോയി. അവര് മറന്നുപോയ വിഷയം അള്ളാഹു കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാ കാര്യത്തിനും ഷഹീദാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷിയാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹ് അറിയുന്നുണ്ട്. മനസ്സിലായോ? നമ്മള് ഒരു വീടിന്റെ, ഒരു റൂമിന്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് പറഞ്ഞാലും, പാതിരാത്രി പറഞ്ഞാലും ചെയ്താലും, ഒരു സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയിരുന്ന് ചെയ്താലും, ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ ചെയ്താലും, ഒരു ആകാശത്തിന്റെ വിശാലതയിൽ ചെയ്താലും,
എങ്ങനെയായാലും ഒരില ഈ ഭൂമിയിൽ ആകാശത്തുനിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന എല്ലാ സംഗതികൾക്കും സാക്ഷിയാണ് ആര്? അള്ളാഹു. അതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് അലം തറ, താങ്കൾ അല്ലെങ്കിൽ നീ കണ്ടില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അള്ളാഹുവിന് അറിയാം എന്ത്? മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശ ഭൂമികളിലുള്ളതൊക്കെയും ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിനറിയാം. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ, മാ യകൂനു ഉണ്ടാകുന്നില്ല, മിൻ നജ്വ, നജ്വ എന്ന് പറഞ്ഞാല് രഹസ്യ സംഭാഷണം. നമ്മൾ പറയില്ലേ സ്വകാര്യം പറയാന്ന് പറയില്ലേ, അതാണെന്താ നജ്വ. പേരുണ്ട് അങ്ങനെ, നജ്വ. അപ്പൊ ഒരു സ്വകാര്യ സംഭാഷണവും ഉണ്ടാകുന്നില്ല. സലാസത്തിൻ, മൂന്നാളുകളുടെ ഒരു സ്വകാര്യ സംഭാഷണം നടക്കുന്നില്ല. ഇല്ലാഹുവ റാബിഉഹും, അവൻ അള്ളാഹു നാലാമനായിക്കൊണ്ടല്ലാതെ, ഹുവ റാബിഉഹും എന്ന് പറഞ്ഞാൽ അവൻ, അള്ളാഹു നാലാമനായിക്കൊണ്ടല്ലാതെ ഒരു മൂന്നാളുകളുടെ സംഭാഷണം നടക്കുന്നില്ല. വലാ ഹംസത്തിൻ, 5 പേരുടെ സംഭാഷണം ഉണ്ടാകുന്നില്ല. ഇല്ലാഹുവ സാദിസുഹും, അവൻ 6ാമനായിക്കൊണ്ടല്ലാതെ. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, വിശദീകരിക്കാട്ടോ. ഇപ്പൊ വാക്കർത്ഥം നോക്കുക. വലാ അദ്നാമിൻ ദാലിക, അതിനേക്കാളും കുറഞ്ഞോ, വലാ അക്സർ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയോ. കുറഞ്ഞോ കൂടിയോ എത്ര പേര് സംഭാഷണം നടത്തിയാലും ഇല്ലാഹുവ മഅഹും, അവൻ അവരുടെ ഒപ്പം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഐനമാ കാനു, അവർ എവിടെ ആയിരുന്നാലും. ഐനമാ കാനു, അവർ എവിടെ ആയിരുന്നാലും. സുമ്മ യുനബ്ബിഉഹും, പിന്നെ നബ്ബയുടെ മുദാരിയാണ് യുനബ്ബിഉഹും. പിന്നീട് അവൻ അവരെ അറിയിക്കും, വിവരം അറിയിക്കും. ബിമാ അമിലു, അവര് പ്രവർത്തിച്ചതിനെ കുറിച്ച്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് അള്ളാഹു അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് അവരെ വിവരം അറിയിക്കും. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, തീർച്ചയായും അള്ളാഹു ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും, അലീം, അറിയുന്നവനാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, അന്നത്തെ മദീനയില് മുനാഫിക്കുകൾ ആയിട്ടുള്ള ആളുകള്, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എല്ലാവരും ഒന്നിച്ചുണ്ടാവും, അല്ലെ? സഹാബികൾ ഒന്നിച്ച്, വിശ്വാസികൾ ഒന്നിച്ചുണ്ടാവും. പക്ഷെ ഇവരൊരു ഗ്യാങ് ആയിട്ടായിരിക്കാം. അവർ നടത്തത്തിലും അവരുടെ ഇപ്പൊ പള്ളിയിൽ വന്നാൽ തന്നെ അവരൊരു ഗ്യാങ് ആണ്, ഒരു പ്രത്യേക ഗ്രൂപ്പാണ്. ഇവരിടക്കിടക്ക് നബീനെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും സ്വകാര്യം പറയും. ഇപ്പൊ കണ്ടില്ലേ, ഇതാ പിന്നെ സക്കാത്ത് പിരിക്കാനുള്ള ഓർഡർ വന്നിട്ടുണ്ട് ട്ടാ, ഇതാ യുദ്ധത്തിന് പോകാനുള്ള സംഗതി വന്നിട്ടുണ്ട് ട്ടാ, ഇപ്പൊ വലിയ യുദ്ധമൊക്കെ ജയിച്ചു കളയാന്നാണ് അവരുടെ വിചാരം. അതായത് മറ്റവരായിട്ട് സംഭാഷണത്തിന് പോയിട്ടുണ്ട്, ഇവിടെ സൈന്യത്തെ അയച്ചിട്ടുണ്ട്, ഇവിടെ കച്ചവടത്തിന് പോയിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് പ്രവാചകനെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും ഇങ്ങനെ സ്വകാര്യ സംഭാഷണം നടത്തുന്ന മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തില്. ഓക്കെ, അവരെ കുറിച്ചാണ് ഇപ്പൊ ഈ പറയുന്നത്. അപ്പോ അവരെ കുറിച്ച് പറയുമ്പോ അള്ളാഹു ആദ്യം കൊടുത്ത വാചകം എന്താ നോക്ക്, മുഖവുരായിട്ട്. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് വമാ ഫിൽ അർദ്, താങ്കൾ കണ്ടില്ലേ? എന്താ കണ്ടില്ലെന്ന് ചോദിക്കുന്ന, അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശ ഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിന് അറിയാം എന്ന് താങ്കൾ കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ വന്നിട്ട് 3 പേര് ഇരുന്നിട്ട് ഇവിടെ സ്വകാര്യം പറയുമ്പോ അത് ആരും അറിയുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ പറയുന്ന വാചകത്തിന്റെ ഘടന ശ്രദ്ധിച്ചോ. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ, 3 പേരുടെ സംഭാഷണം ഉണ്ടാകുന്നില്ല. ഇല്ലാഹുവ റാബിഉഹും, 4 പേർ, 4ാമനായിട്ട് ആരുണ്ടായിട്ടല്ലാതെ അള്ളാഹു ഉണ്ടായിട്ട്. വലാ ഖംസത്തിൻ ഇല്ലാഹുവ സാദിസുഹും, 5 പേര് സംഭാഷണം നടത്തുന്നിടത്ത് 6ാമതായിട്ട് ആരുണ്ടാവും? അള്ളാഹു ഉണ്ടാവും. അപ്പൊ എന്തിനാണ് ഇപ്പൊ ഈ 3 പറഞ്ഞു 5 പറഞ്ഞു? അപ്പൊ എന്താ 2ഉം 4ഉം പറയാഞ്ഞെന്ന് ചോദിക്കാം വേണമെങ്കിൽ, അല്ലെ? 2 പേര് പറഞ്ഞിട്ട് അവിടെ 3ാമനായിട്ട് അള്ളാഹു ഉണ്ടായ പോരെ എന്ന് പറയാമായിരുന്നു. പക്ഷെ
അത് പറയാത്തത്, അല്ലെങ്കിൽ അത് ഇങ്ങനെ തന്നെ പ്രയോഗിച്ചത് ഈ ഭാഷയുടെ ഒരു സൗന്ദര്യം നോക്കിയിട്ടാണ് കേട്ടാ. ഭാഷയുടെ, അതായത് അറബി ഭാഷ അറിയുന്നവർക്കാണ് അത് പെട്ടെന്ന് മനസ്സിലാവുക. അതായത് ഇവിടെ രണ്ടാള് സംഭാഷണം നടത്തുമ്പോൾ മൂന്നാമനായിട്ട് അള്ളാഹു ഉണ്ടാവും, 4 പേര് നടത്തുമ്പോൾ 5ാമനായിട്ട് ഉണ്ടാകും എന്ന് പറയുന്നതിനേക്കാൾ ഭാഷാ സൗന്ദര്യം കൂടുതൽ 3 പേര് പറഞ്ഞിട്ട് 4ാമനായിട്ടും 5 പേര് പറഞ്ഞിട്ട് 6ാമനായിട്ടും വന്നു. എന്ന് മാത്രമല്ല അടുത്ത ആയത്ത് എന്താ, വല അദ്നാമിൻ ദാലിക വല അക്സർ, അതിനേക്കാൾ കുറവോ കൂടുതലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 3നോടും 5നോടും എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഭാഷാപരമായ ഘടന ശരിയാകാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതിനെ കുറിച്ച് അത്രേ പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ പിന്നെ പറയുന്നത് ഇല്ലാഹുവ മാഹും പിശാചും കൂടി ഉണ്ടാവൂലേ. പിശാചിന് ഇവിടെ ആളായിട്ട് എണ്ണാത്തത് സ്വാഭാവികമായിട്ട് ഇവരെ ഈ മുനാഫിക്കുകളെ പ്രചോദിപ്പിക്കുന്ന ആരാണ്? മുനാഫിക്കുകളെ പിശാച് തന്നെയാണ്. അപ്പോ പിശാച് മനസ്സിന്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷെ ഇവിടെ അല്ല, അങ്ങനെയല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങള് നബീനെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചുമാണല്ലോ ഈ പറയുന്നത്. അവര് കേൾക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസം. പക്ഷെ ഇതൊക്കെ ആരറിയുന്നുണ്ടെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹ് അറിയുന്നുണ്ട്. അപ്പൊ പിശാചിനെ കുറിച്ചല്ല അവിടെ പറയേണ്ട, അള്ളാഹിനെ കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. പിശാച് ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ഇവരുടെ മനസ്സിൽ ഇത് തോന്നിപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതും ഒക്കെ പിശാചിന്റെ ദുർബോധനത്തിന്റെ ഫലമാണെന്നുള്ളത് ക്ലിയർ ആണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇവിടെ ഇവരോട് പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താ? അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്, നിങ്ങൾ അതെ, അള്ളാഹു എല്ലാ ആകാശഭൂമികളിലുള്ളതൊക്കെ അറിയുന്നവനാണ്. നിങ്ങൾ എത്ര പേര് ഇനി ഒറ്റക്കൊരാള് പോയിട്ട് ഏത് ഇരുട്ടിൽ വെച്ച് ചെയ്താലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് പോലും ആർക്കറിയാം? അള്ളാഹുവിനെ അറിയാം എന്നുള്ള മെസ്സേജാണ് അള്ളാഹു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് പറയുന്നു, നോക്കൂ, ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യത്തെക്കുറിച്ചും ആർക്കറിയാം? അള്ളാഹുവിനെ അറിയാം. ഇനി അടുത്തത്, അലം തറ ഇലല്ലദീന നുഹു അനിൻ നജ്വ, രഹസ്യ സംഭാഷണത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ടവർ. നുഹു എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ടു. അതായത് ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ രഹസ്യ സംഭാഷണങ്ങൾ അള്ളാഹു നിരോധിച്ചിരുന്നു. നിങ്ങൾ അങ്ങനെ പരസ്പരം ഒരു സംഘത്തിലായിരിക്കും. അതിപ്പോഴും ഇസ്ലാമിൽ അത് തെറ്റാണല്ലേ. നമ്മൾ മൂന്നാളുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് രണ്ടാളെന്ത് ചെയ്യരുത്? സ്വകാര്യം പറയരുത് ഒരിക്കലും. മൂന്നാമത്തെ ആളെ കുറിച്ച് അല്ലെങ്കിൽ പോലും പറയരുത്. ഒരു സദസ്സിൽ 3 ആളുള്ളൂ, 2 ആൾ ഇരുന്നിട്ട് സ്വകാര്യം പറയരുത് എന്നാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ വളരെ സെൻസിറ്റീവായ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യരുത്. കാരണം എന്താ, നിങ്ങൾ പറയുന്ന എന്ത് സംഗതി ആയാലും മൂന്നാമൻ എന്താ വിചാരിക്കുക? അത് അവനെ പറ്റിയാണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സമൂഹത്തില് കുഴപ്പമുണ്ടാക്കരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ, അതുപോലെ ഒരു സദസ്സിൽ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ കുറച്ചുപേര് കൂടിയിട്ട് വേറെ തന്നെ പിന്നെ പോയിട്ട് വേറെ വർത്താനം പറയരുത്. അതാണ്. അപ്പൊ അത്തരം രഹസ്യ സംഭാഷണങ്ങളിൽ നിന്ന് നിരോധിക്കപ്പെട്ടവരെ കുറിച്ച്, അല്ലെങ്കിൽ അവരെ കുറിച്ച് താങ്കൾ കണ്ടില്ലേ? അങ്ങനെയുള്ള ആളുകളെ താങ്കൾ കണ്ടില്ലേ? സുമ്മ യഊദൂന ലിമാ നുഹു അൻഹു, പക്ഷെ പിന്നെ എന്തു ചെയ്യുന്നു? അവര് മടങ്ങുന്നു, അവരാവർത്തിക്കുന്നു. ലിമാ നുഹു അൻഹു, ഏതൊന്നിൽ നിന്നാണോ അവരെ വിലക്കിയിരുന്നത്, ഏതൊരു കാര്യമാണോ അവർക്ക് വിലക്കപ്പെട്ടിരുന്നത്, അത് വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന ആളുകളെ താങ്കൾ കണ്ടില്ലേ? വയതനാജൗന, അവർ രഹസ്യ സംഭാഷണം നടത്തുന്നു. തനാജ, നജുവ എന്നുള്ള മസ്തറാണ്. തനാജ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫെയിലാണ്. അവര് പരസ്പരം രഹസ്യ സംഭാഷണം നടത്തുന്നു. ബിൽ ഇസ്മി വൽ ഉദ്വാൻ, പാപവും അതിക്രമവും സംബന്ധിച്ചാണ് അവർ രഹസ്യ സംഭാഷണം നടത്തുന്നത്. അതായത് അവരിപ്പോ ഈ പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഈ റസൂലിനെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് പറയുന്നതൊക്കെ പാപമാണ്. അതോടൊപ്പം എന്താണ്? ഉദ്വാൻ, അതിക്രമമാണ്. മാസിയത്തി റസൂൽ, അള്ളാഹുവിന്റെ ദൂതനോടുള്ള ധിക്കാരവുമാണ്. മാസിയത്താണത്, ധിക്കാരമാണ്. ഇനി വഇദാ ജാഊക, അവര് താങ്കളുടെ അടുക്കൽ വന്നാൽ, ഹയ്യൗക, അവർ താങ്കളെ അഭിവാദ്യം ചെയ്യുന്നു. ബിമാലം യുഹയ്യിക ബിഹില്ല, അള്ളാഹു താങ്കളെ അഭിവാദ്യം ചെയ്യാത്ത ഒരു സംഗതി കൊണ്ട് അവർ അഭിവാദ്യം ചെയ്യുന്നു. ഹയ്യ എന്ന് പറഞ്ഞാല് അഭിവാദ്യം ചെയ്യുക. തഹിയ്യത്ത് കേട്ടല്ലേ? തഹിയ്യത്ത്
സലാത്തു തഹിയ്യത്ത് ഓർമ്മയില്ലേ? തഹിയ്യത്ത് നിസ്കാരം എവിടെ വെച്ച് നിർവഹിക്കേണ്ടതാ? പള്ളിയിൽ കയറുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണം. അത് തഹിയ്യത്തിന്റെ നിസ്കാരമാണെന്നാ പറയാ. തഹിയ്യാത്ത് എന്താ? അതെ, തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ അഭിവാദ്യമാണ്. അള്ളാഹുവിന് അഭിവാദ്യം അർപ്പിക്കണം. അപ്പൊ അതിൽ നിന്നാണ് ഹയ്യൗക, അവർ താങ്കളെ അഭിവാദ്യം ചെയ്യുന്നു. ബിമാലം യുഹയ്യിക ബിഹില്ല, അള്ളാഹു താങ്കളെ അഭിവാദ്യം ചെയ്യാത്ത ഒരു അഭിവാദന രീതി ഉപയോഗിച്ച് അവർ അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാല്, പ്രത്യേകിച്ച് ജൂതന്മാര്, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഇടക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സാമു അലൈക്കും എന്ന് പറയാറുണ്ടായിരുന്നു. അസ്സാമു അലൈക്കും. അസ്സലാമു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമാധാനം ഉണ്ടാവട്ടെ എന്നാണ്. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അള്ളാഹിന്റെ നാശം ഉണ്ടാവട്ടെ എന്നാണ്. മനസ്സിലായോ? അള്ളാഹുവിന്റെ നാശം, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോട്ടെ എന്നാ അതിന്റെ അർത്ഥം. അസ്സാമു അലൈക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തിരിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുമ്പോ അവരോട് പറയാ വ അലൈക്കും എന്നേ പറയുള്ളൂ. വ അലൈക്കും എന്ന് പറഞ്ഞാലോ നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നാ പറയാ. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് ഒരിക്കൽ കേട്ടിട്ട് അവർക്ക് സഹിച്ചില്ല. അവർ വേഗം അപ്പുറത്തുനിന്ന്, മറയുടെ അപ്പുറത്തുനിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാന്റെ ശാപവും കോപവും ഒക്കെ ഉണ്ടാവട്ടെന്ന് ദീർഘിച്ചൊരു ശാപ പ്രാർത്ഥന അങ്ങോട്ട് നടത്തി. അപ്പൊ റസൂല് ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, എനിക്ക് മനസ്സിലായി അവര് പറയണ എന്താണെന്നുള്ളത്. ഞാൻ അതുകൊണ്ട് അവർക്ക് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. വ അലൈക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് മതി. അപ്പോ അതിൽ വലിയൊരു പാഠമുണ്ട് അല്ലെ? നമ്മളെ ഒരു ശത്രു അധിക്ഷേപിച്ചാൽ അത് അതേ രൂപത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കത് തിരിച്ചുകൊള്ളുന്ന രൂപത്തിൽ നമുക്ക് പറയാം. പക്ഷെ എന്ത് ചെയ്യരുത്, ഒരിക്കലും അതിര് കടന്ന് അവരെ ആക്ഷേപിക്കുകയും നമ്മുടെ വർത്തമാനത്തിൽ നമ്മൾ അതിര് കവിയുകയും ചെയ്യരുത്. കാരണം അപ്പൊ പിന്നെ അവരും നമ്മളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല അല്ലെ? ചിലപ്പോ നമ്മളൊന്നും ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ അധിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? നമ്മുടെ കുടുംബത്തിലുണ്ടാകാം, സമൂഹത്തിലുണ്ടാകാം, അയൽപക്കത്തുണ്ടാകും. പക്ഷെ അവരോടൊക്കെ നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും അതൊക്കെ അവർക്ക് നമ്മൾ ചെയ്താൽ അത് അവർക്ക് തന്നെ തിരിച്ചോളൂ. ഒരു നമ്പൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്പൂരി ആയതുകൊണ്ടല്ല ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് ഒരു നമ്പൂരിനെ ഒരാൾ ചീത്ത പറഞ്ഞു അല്ലെ? ഈ നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ പേരൊക്കെ വെച്ചിട്ട് അല്ലെ? ഡോഗ്, പിഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച മലയാളത്തില് നമ്പൂരിന് ചീത്ത പറഞ്ഞു. അത് നമ്പൂരി പറഞ്ഞു തക്കാളി, വെണ്ടയ്ക്ക, കുമ്പളങ്ങ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആരോ ചോദിച്ചു, ഇതെന്തെങ്ങള് പിന്നെ അയാള് നിങ്ങളെ ഡോഗ്, പിഗ് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുമ്പോ നിങ്ങള് ഈ പച്ചക്കറി പറഞ്ഞിട്ടാണല്ലോ തിരിച്ചു ചീത്ത പറയണം. അപ്പൊ അയാള് പറഞ്ഞു, നോം തിന്നുന്നത് നോം പറയുന്നു, അവൻ തിന്നുന്നത് അവൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഇത് അതാണ് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു സംസ്കാരം അനുസരിച്ച് ഒരു വിവരം കെട്ടവൻ എന്തെങ്കിലും പറയുമ്പോ എന്തെങ്കിലും അതുപോലെ തിരിച്ചു പറയാൻ നിന്നാൽ നാമും അവനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുണ്ടാവും, നമുക്ക് അവരെ സംസ്കാരം പഠിപ്പിക്കണമെന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള വർത്തമാനം നമ്മൾ പറയേണ്ടതുള്ളൂ കേട്ടാ. അതാണ് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവണം. അപ്പോ ഇവിടെ വൈദാ ജാഊക ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ല, താങ്കളുടെ അടുത്ത് അവർ വന്നാല് അവർ താങ്കളെ അഭിസംബോധന ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ബിമാലം യുഹയ്യിക ബിഹില്ല, അള്ളാഹു അഭിവാദ്യം ചെയ്യാത്ത പദം ഉപയോഗിച്ചിട്ട്. വയഖൂലൂന ഫി അൻഫുസിഹിം, എന്നിട്ട് അവരുടെ മനസ്സിൽ പറയുന്നു, ലൗലാ യുഅദ്ദിബുനല്ലാഹു ബിമാ നഖൂൽ, ലൗലാ യുഅദ്ദിബുനല്ലാഹ്, അള്ളാഹു നമ്മളെ ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? ബിമാ നഖൂൽ, നമ്മൾ ഈ പറയുന്നത് കൊണ്ട് അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നൊന്നുമില്ലല്ലോ. ഞങ്ങൾ കുറെ കാലമായിട്ട് ഇത് പറയുന്നുണ്ട്, അസ്സാമു അലൈക്കും അസ്സാമു അലൈക്കും, പക്ഷെ ഇതുവരെ ഞങ്ങളുടെ മേലെ ഒരു ശിക്ഷ വന്നില്ലല്ലോ. ഇതവർ പറഞ്ഞിരുന്ന ഒരു വർത്തമാണ്. അവർ വിചാരിച്ചെന്താ, ഇദ്ദേഹം റസൂലാണെങ്കിൽ, അള്ളാന്റെ പ്രവാചകനാണെന്ന് ഇദ്ദേഹം വാദിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പറയുന്നതിനൊക്കെ അള്ളാഹ് നമ്മളെ ശിക്ഷിക്കണ്ടേ? ശിക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇദ്ദേഹം പ്രവാചകനല്ല എന്നാര് പറഞ്ഞിരുന്നു? ജൂതന്മാര് പറഞ്ഞിരുന്നു. വാസ്തവത്തില് അങ്ങനെയല്ലല്ലോ അള്ളാഹു. അങ്ങനെയാണോ അള്ളാഹു? കാണുന്ന തെറ്റിനൊക്കെ അപ്പോഴേക്കപ്പോഴും ശിക്ഷിക്കുന്ന പരിപാടി അള്ളാഹ്ക്കില്ലല്ലോ. അത് അള്ളാഹു അതിന്റെ അവധി കൊടുക്കും, എല്ലാവർക്കും അവധി കൊടുക്കും. അപ്പൊ അത് ഇവർക്ക് മനസ്സിലാക്കുന്നിടത്ത് പിഴച്ചുപോയി. അതുകൊണ്ടാണ് അവർ അതങ്ങനെ പറഞ്ഞത്. ഹസ്ബുഹും ജഹന്നം, പക്ഷെ അതിന് അള്ളാഹ് മറുപടി പറയാണ്, അവർക്ക് മതിയാകും ജഹന്നം, നരകം അവർക്ക് മതിയാകും. യസ്ലൗനഹ, അവരതിൽ കിടന്ന് എരിയുക തന്നെ ചെയ്യും. ഇപ്പോ ഭൂമിയിൽ വെച്ച് അള്ളാഹ് നമ്മളെ ശിക്ഷിക്കുന്നില്ലല്ലോ എന്ന് പരാതി പറയുന്നത് കൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ ഇത്തിരി കാത്തിരിക്കൂ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്,
നരകമുണ്ട്. ഫബിഅ്സൽ മസീർ, അതെത്ര മോശപ്പെട്ട സങ്കേതമാകുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മളിപ്പോൾ 3 ആയത്താണ് എടുക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.